അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഹബീബിനാ മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ ഒരു സംസാരത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിഷയം പരിശുദ്ധ ഖുർആനും നോമ്പും രാത്രി നമസ്കാരവും തമ്മിലുള്ള അതുല്യമായ ഒരു കൂട്ടുകെട്ടിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, ഇത് മൂന്നും ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ റമളാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചു. ആ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയത്. അതേ മാസത്തിൽ രാത്രി നമസ്കാരത്തിന് അല്ലെങ്കിൽ തറാവീഹ് നമസ്കാരത്തിന് വലിയ പ്രാധാന്യവുമുണ്ട്. അപ്പോൾ ഇത് മൂന്നും തമ്മിൽ ഒത്തുവന്നിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. എങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം ചേർത്തു പറഞ്ഞത് എന്ന് പരിശോധിക്കലാണ് ഈ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ ആയത്ത് പരിശോധിക്കുക. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു. റമളാൻ മാസം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ്. ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്കുള്ള മാർഗദർശനവും അതേപോലെ തന്നെ ആ മാർഗദർശനത്തിൻ്റെ വിശദീകരണവും സത്യാസത്യ വിവേചനവുമായി കൊണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു റമളാൻ മാസത്തിൽ. ഇനി അതിനെ നോമ്പിനോട് ചേർക്കുന്നത് ശ്രദ്ധിക്കൂ. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. അതുകൊണ്ട് ഈ മാസത്തിൽ ഹാജറുള്ളവർ അഥവാ രോഗികളല്ലാത്ത, ആരോഗ്യമുള്ള, യാത്രക്കാരല്ലാത്ത ആളുകളൊക്കെ ആ മാസത്തിൽ തന്നെ നോമ്പ് നോൽക്കട്ടെ. അപ്പോൾ ഇവിടെ പരിശുദ്ധ ഖുർആനിനെയും അതേപോലെ തന്നെ നോമ്പിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തിരിക്കുന്നു. ഇത് രണ്ടിനെയും റമളാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്തു വെച്ചു. എന്തായിരിക്കാം കാരണം? ആ കാരണം പരിശോധിക്കുമ്പോഴാണ് ഖുർആനും നോമ്പും തമ്മിൽ അതുല്യമായ ഒരു ബന്ധം നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം? സൂറത്തുൽ ബഖറയിലേക്ക് തന്നെ പോവുക. നമ്മൾ 183-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ സംബന്ധിച്ച് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി. അപ്പോൾ നോമ്പ് നിർബന്ധമാക്കിയതിൻ്റെ ലക്ഷ്യം വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തഖ്വയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ, തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് തഖ്വ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരായി തീരാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ ലക്ഷ്യം നാം തഖ്വയുള്ള ആളുകളായി തീരലാണ് എന്ന് വ്യക്തമാക്കപ്പെട്ടു. ശരി, ഇനി ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് നോക്കാം. സൂറത്തുൽ ബഖറയിൽ തന്നെ 2-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ദാലിക്കൽ കിതാബു, ഇതാകുന്നു വേദഗ്രന്ഥം, ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവും വേണ്ടതില്ല, ഹുദൻ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കുള്ള മാർഗദർശനമാകുന്നു പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നോമ്പ് നോൽക്കുന്നത് എന്തിനാണ്? തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി. എങ്ങനെ തഖ്വയുള്ള ആളുകളായി തീരാൻ സാധിക്കും? പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട്. കാരണം ഖുർആനിലൂടെയാണ് തഖ്വയെ സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കുന്നത്. സൂറത്തു സുമറിലെ 28-ാമത്തെ ആയത്തിലും ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുർആനൻ അറബിയൻ, ഇത് അറബി ഭാഷയിലുള്ള ഒരു ഖുർആനാണ്. ഗൈറ ദീ ഇവജിൻ, അതിൽ യാതൊരു ന്യൂനതയും വക്രതയുമില്ല. ലഅല്ലഹും യത്തഖൂൻ, മനുഷ്യർ തഖ്വയോടുകൂടി ജീവിക്കുവാൻ വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആൻ റമളാൻ മാസത്തിൽ അല്ലാഹു അവതരിപ്പിച്ചത് എന്തിനാണ്? ജനങ്ങൾ തഖ്വ എന്താണ് എന്ന് പഠിച്ച് മനസ്സിലാക്കാൻ. അതേ റമളാനിൽ അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതും എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായി തീരാൻ വേണ്ടി.
അപ്പോൾ നോമ്പിലൂടെ തഖ്വയുള്ള ആളുകളായി തീരണം. അതെങ്ങനെ സാധിക്കും? ഖുർആൻ പഠിച്ചുകൊണ്ട്, ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ മാസത്തിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയതിലെ ലക്ഷ്യം നാം തഖ്വയുള്ള ആളുകളായി തീരലും ആ തഖ്വയുടെ വിവിധങ്ങളായ വഴികളെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. അവിടെയാണ് ഖുർആനും നോമ്പും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷഹ്റുൽ ഖുർആൻ എന്ന റമളാൻ മാസം അറിയപ്പെടാനുള്ള കാരണവും അതുതന്നെയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും തബഉ താബിഈങ്ങളും താബിഈങ്ങളും ഈ ഉമ്മത്തിലെ സലഫു സ്വാലിഹീങ്ങളെല്ലാം തന്നെ റമളാൻ മാസത്തിൽ പരിശുദ്ധ ഖുർആനിന് ഇത്രയധികം പ്രാധാന്യം നൽകാനുള്ള കാരണം എന്താണ്? ആ ഖുർആനിൻ്റെ പഠനത്തിലൂടെയും പാരായണത്തിലൂടെയുമാണ് തഖ്വ എങ്ങനെയാണ് കരഗതമാകേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നോമ്പിലൂടെ നാം അത് അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഇൽമും അമലും ഒത്തുചേരുന്നു. അൽഹംദുലില്ലാ, അറിവും പ്രവൃത്തിയും ഒത്തുചേരുന്നു. ഖുർആനിലൂടെ തഖ്വയെക്കുറിച്ച് നാം അറിയുന്നു, നോമ്പിലൂടെ നാം അത് സാക്ഷാത്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു. ഈ ഒരു മാസത്തിൽ ഹാജറുള്ളവർ നോമ്പ് നോൽക്കട്ടെ. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതിൽ തഖ്വയുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പരിശീലിക്കുവാൻ അവരെ സഹായിക്കുന്നത് നോമ്പാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ശരി, ഇനി രാത്രി നമസ്കാരവുമായി ഖുർആനും നോമ്പും എങ്ങനെ ബന്ധപ്പെട്ടു നിൽക്കുന്നു? അതും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. അതെങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. പരിശുദ്ധ ഖുർആൻ സൂറത്തു മുസ്സമ്മിലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹൽ മുസ്സമ്മിൽ, ഓ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുന്നവനെ, ഖുമിൽ ലൈല, രാത്രിയിൽ എഴുന്നേൽക്കൂ. അവിടെ രാത്രിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇല്ലാ ഖലീല, അല്പമൊഴികെ. അപ്പോൾ അല്പസമയം ഉറങ്ങി ബാക്കി സമയം നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കൂ. നിസ്ഫഹു അവി യൻഖുസു മിൻഹു ഖലീല, രാത്രിയുടെ പകുതിയും നമസ്കരിക്കൂ, അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കുറച്ചോളൂ, അല്ലെങ്കിൽ ഔസിദ് അലൈഹി, പകുതിയേക്കാൾ കൂടുതൽ രാത്രിയിൽ നമസ്കരിച്ചോളൂ. എന്നിട്ടോ വറത്തിലിൽ ഖുർആന തർത്തീല, വളരെ സാവകാശത്തിൽ ഖുർആൻ ഓതിക്കൊണ്ട് രാത്രിയിൽ നമസ്കരിക്കുക. അപ്പോൾ രാത്രി നമസ്കാരവും ഖുർആനിൻ്റെ പാരായണവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സൂറത്തുൽ ഇസ്രായിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, ഫജ്റിൻ്റെ സമയത്തുള്ള ഖുർആൻ അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. അവിടെ ഖുർആൻ കൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരമാണ് എന്നുവരെ ചില പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. വമിനൽ ലൈലി, രാത്രിയിലും ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുക. ഫതഹജ്ജദ് ബിഹി നാഫിലത്തൻ ലക്, രാത്രിയിലും തഹജ്ജുദ് നമസ്കരിക്കുക പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ നമസ്കരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രാത്രി നമസ്കാരത്തിൻ്റെ പ്രത്യേകത തന്നെ സുദീർഘമായി ഖുർആൻ ഓതാൻ സാധിക്കുന്നു എന്നതാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിച്ചത്? നമുക്ക് മാർഗദർശനം നൽകാൻ വേണ്ടി, ഹിദായത്തിൻ്റെ മാർഗം കാണിച്ചു തരാൻ വേണ്ടി, തഖ്വയുള്ള ആളുകൾക്ക് സന്മാർഗം എന്താണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞു. എന്തിനാണത്? ആ തഖ്വയുടെ മാർഗം നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി. എങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധ ഖുർആൻ, തഖ്വയെക്കുറിച്ച് നമുക്ക് അറിവ് നൽകുന്ന ഖുർആൻ, ഹിദായത്തിനെക്കുറിച്ച് അറിവ് നൽകുന്ന ഖുർആൻ, ആ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് രാത്രിയിൽ നമസ്കരിക്കുമ്പോൾ തീർച്ചയായും ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് തഖ്വയെ സംബന്ധിച്ചുള്ള ബോധമുണ്ടാകുന്നു. അള്ളാഹുവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ, അള്ളാഹുവുമായി ഏറ്റവും അടുത്തു നിൽക്കുമ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിലൂടെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിനെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് പകലിലെ നോമ്പിൻ്റെ കൂടെ തന്നെ രാത്രിയിലെ നമസ്കാരവും പറഞ്ഞത്. കാരണം നമസ്കാരത്തിൽ ഖുർആനിൻ്റെ പാരായണമുണ്ട്. അതാണ് തഖ്വക്ക് നമ്മെ സഹായിക്കുന്നത്. ആ തഖ്വക്ക് വേണ്ടി തന്നെയാണ് നോമ്പുമുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒത്തുവരുമ്പോൾ തഖ്വയുടെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മറ്റൊരു റിവായത്തിൽ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസത്തിൽ ആരെങ്കിലും പകൽ നോമ്പനുഷ്ഠിച്ചാൽ
അവൻ്റെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നു ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പനുഷ്ഠിച്ചാൽ. അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സാമ എന്നതിന് പകരം അവിടെ ഒരു ഹർഫിനാണ് വ്യത്യാസമുള്ളത്. മൻ ഖാമ, സ്വാമക്ക് പകരം ഖാമ, ഒരു ഹർഫിന് വ്യത്യാസമുണ്ട്. പക്ഷേ അത് രണ്ടും രണ്ട് അമലാണ്. ഒന്ന് നോമ്പനുഷ്ഠിക്കലാണ് പകൽ, മറ്റൊന്ന് രാത്രി നമസ്കരിക്കലാണ്. രണ്ടിൻ്റെയും പ്രതിഫലം ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ അത് പ്രത്യേകം എടുത്തു പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി. എന്താണ് ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകത? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പരിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചത് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിലാണ്. ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഖുർആനും രാത്രി നമസ്കാരവും ലൈലത്തുൽ ഖദറും അതേപോലെ തന്നെ നോമ്പും എല്ലാം വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു. കാരണം ഇതിൻ്റെ എല്ലാം ഒരു റിസൾട്ട് എന്നത് തഖ്വയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടാണ്, അള്ളാഹുവിലേക്കുള്ള സാമീപ്യമാണ്, സ്വർഗം ലഭിക്കാനുള്ള കാരണങ്ങളിലേക്ക് എത്തിച്ചേരലാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങളിലേക്ക് എത്തിച്ചേരലാണ്. ഇതിനെല്ലാം നമ്മളെ സഹായിക്കുന്ന അടിസ്ഥാനപരമായ വിഷയമെന്നത് തഖ്വയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്താൽ എന്താണ് തഖ്വയെന്നും ആ തഖ്വയുടെ പ്രാധാന്യവും ഫളായിലുകളും എന്താണ് എന്നും ഏതൊക്കെ മാർഗേണയാണ് തഖ്വയുള്ളവരായി തീരേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അപ്പോൾ രാത്രി നമസ്കാരമാകട്ടെ, ഖുർആനിൻ്റെ പാരായണമാകട്ടെ, നോമ്പാകട്ടെ, എല്ലാറ്റിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം ഒരു വ്യക്തി അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള ആളായി തീരലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കലുമാണ്. മാത്രമല്ല രാത്രി നമസ്കാരത്തിനും നോമ്പിനും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. ശ്രദ്ധിക്കുക, രാത്രി നമസ്കാരത്തിനും നോമ്പിനും പൊതുവായ ഒരു സ്വഭാവമുണ്ട്. എന്താണത്? ഭൗതിക വിരക്തിയാണത്. ഭൗതിക സുഖങ്ങളോടുള്ള വിരക്തി നമുക്ക് നോമ്പിലും കാണാം, രാത്രി നമസ്കാരത്തിലും കാണാം. എങ്ങനെയാണത്? ഒരു ഹദീസിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അൽ ഖുർആനും, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, പ്രവാചകൻ പറയുന്നു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും ഖുർആനും ഒരടിമക്ക് വേണ്ടി ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനോട് ശുപാർശ പറയുന്നു. യഖൂലു സിയാം, നോമ്പ് പറയുന്നത് എന്താണെന്ന് നോക്കൂ. ഐ റബ്ബി, എൻ്റെ റബ്ബേ, മനഅതുഹു ത്വആം വശഹവാതി ബിന്നഹാർ. മനഅതുഹു, ഞാനവനെ തടഞ്ഞിരിക്കുന്നു, അത്വആമ ഭക്ഷണം, വശഹവാത്ത് മറ്റു ഭൗതികമായ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, വികാരങ്ങൾ എല്ലാറ്റിനെയും ഞാൻ അവന് തടഞ്ഞിരിക്കുന്നു, ബിന്നഹാർ പകലിൽ, ഫശഫിഅ്നി ഫീ, അതുകൊണ്ട് എനിക്ക് അവൻ്റെ വിഷയത്തിൽ ശുപാർശക്കുള്ള അനുവാദം തരണം. അപ്പോൾ നോമ്പ് തടയുന്നത് എന്തിൽ നിന്നാണ്? ഭക്ഷണത്തോട് മനുഷ്യന് ആഗ്രഹമുണ്ട്, നല്ല വിശപ്പുമുണ്ട്, ലൈംഗിക വികാരങ്ങളോട് മനുഷ്യന് ആഗ്രഹമുണ്ട്, തൻ്റെ ഇണ കൂടെയുണ്ട്. എന്നാലും അള്ളാഹു പറഞ്ഞതിനാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇങ്ങനെ ഭൗതികമായ സുഖങ്ങളും താല്പര്യങ്ങളും നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തുണ്ടായിട്ടും എനിക്കത് വേണ്ട, എൻ്റെ റബ്ബ് പറഞ്ഞതുകൊണ്ട് എനിക്കത് വേണ്ട, മറിച്ച് അത് വേണ്ട എന്ന് വെക്കുമ്പോൾ എനിക്ക് പരലോകത്ത് കിട്ടുന്ന ഹൈറും അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന പ്രീതിയും അതാണ് എനിക്ക് വലുത്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് ദാഹമുണ്ട്, പക്ഷേ ഞാൻ വെള്ളം കുടിക്കുകയില്ല. എനിക്ക് വിശപ്പുണ്ട്, പക്ഷേ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല. എനിക്ക് വികാരമുണ്ട്, പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ സമീപിക്കുകയില്ല. മറിച്ച് എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കൽപ്പനയെ അനുസരിച്ചാൽ മതി. അതാണ് എൻ്റെ ഇഷ്ടം. അതിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങളുമാണ് എൻ്റെ ഇഷ്ടം. അവിടെ ആ ഒരു ഭൗതികമായ താല്പര്യത്തെ ഒഴിവാക്കുകയാണ്. ഇനി ഖുർആൻ പറയുന്നത് എന്താണ് എന്ന് നോക്കൂ. വയഖൂലുൽ ഖുർആനും, ഖുർആൻ പറയുന്നു, മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രിയിലുള്ള ഉറക്കം ഞാൻ അയാൾക്ക് തടഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഫശഫിഅ്നി ഫീ, എനിക്ക് ശുപാർശ പറയാൻ അനുവാദം വേണം. രാത്രിയിലെ ഉറക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു ആഹ്ലാദം, അതിൻ്റെ ഒരു റാഹത്ത്. മാത്രമല്ല വജഅൽനാ നൗമക്കും സുബാത, രാത്രിയിലെ ഉറക്കം നിങ്ങൾക്കുള്ളൊരു വിശ്രമമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാത്രിയിൽ സുഖമായി എഴുന്നേൽക്കാതെ ഉറങ്ങുക, തൻ്റെ ഭാര്യയുടെ കൂടെ ഉറങ്ങുക, ഇതൊക്കെ മനുഷ്യന് വളരെ വലിയ ആഗ്രഹമുള്ള കാര്യമാണ്. എന്നിട്ടും ആ ആഗ്രഹത്തെ തൽക്കാലം മാറ്റിവെച്ചിട്ട് ഞാൻ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കട്ടെ, എൻ്റെ ഭാര്യയുടെ കൂടെ അതല്ലെങ്കിൽ നല്ല ഒരു ബെഡിൽ നല്ല സുഖത്തിൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കലാണ് എന്ന ചിന്ത. അപ്പോൾ രാത്രിയിലെ ഏറ്റവും സന്തോഷം നൽകുന്ന ഉറക്കിൽ നിന്ന് ഒരാളെ തടയുന്നത് രാത്രി നമസ്കാരത്തോടുള്ള താല്പര്യമാണ്.
അതിനയാളെ പ്രേരിപ്പിക്കുന്നതോ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അവരുടെ വിരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് പേടിച്ചുകൊണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടുമാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും സ്വർഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും അവർ രാത്രിയിൽ നമസ്കരിക്കുന്നു. അതാണ് അവരുടെ പ്രേരണ. അപ്പോൾ ഉറക്കിനേക്കാൾ അവർക്ക് വലുത് രാത്രി നമസ്കാരമാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അവനിലേക്കുള്ള സാമീപ്യമാണ്. അതേപോലെ തന്നെ പകലിൻ്റെ നോമ്പിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. അപ്പോൾ നോമ്പും രാത്രി നമസ്കാരവും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെ, ഇച്ഛകളെ, അവൻ്റെ വികാരങ്ങളെ തടയുകയും ഉന്നതമായ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബൻ. കാരണം ഇത് രണ്ടിൻ്റെയും പൊതു സ്വഭാവം ഭൗതിക വിരക്തി ഉള്ളവനാക്കി മനുഷ്യനെ മാറ്റുകയും അള്ളാഹുവിലേക്ക് സാമീപ്യമുള്ള ആളാക്കി അവനെ മാറ്റി തീർക്കുകയും ചെയ്യുക എന്നതാണ്. എന്ന് മാത്രമല്ല, രാത്രിയിലെ നമസ്കാരത്തിലൂടെയും അതേപോലെ തന്നെ പകൽ നോമ്പിലൂടെ നാം ചെയ്യുന്ന മറ്റു സൽക്കർമ്മങ്ങളിലൂടെയും സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളിലേക്കും അടുക്കുന്നു. ചില ഹദീസ് പരിശോധിക്കുക. ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അംർ ഇബ്നു അബസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകൻ പറയുന്നതായി അദ്ദേഹം കേട്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്റബു മാ യകൂനു റബ്ബു മിനൽ അബ്ദി ഫീ ജൗഫിൽ ലൈലിൽ ആഖിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് രാത്രിയുടെ അവസാന യാമത്തിലാണ്. അതുകൊണ്ട് ഫഇൻ ഇസ്തതഅത അൻ തകൂന മിമ്മൻ യദ്കുറുല്ലാഹ ഫീ തിൽക സഅതി ഫകുൻ. ആ ഒരു സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്ന, നമസ്കരിക്കുന്ന ഒരാളായി തീരാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ അങ്ങനെ ചെയ്തോ എന്നാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് ഒരു അടിമ തൻ്റെ ഭൗതിക സുഖങ്ങൾ ഒഴിവാക്കി അള്ളാഹുവിലേക്കും എഴുന്നേറ്റ് വരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹു അടിമയിലേക്ക് വരുന്നു, അടിമ അള്ളാഹുവിലേക്കും ചെല്ലുന്നു. അപ്പോഴുണ്ടാകുന്ന സ്രഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ആ ഒരു അടുപ്പം, അതാണ് യഥാർത്ഥത്തിൽ രാത്രി നമസ്കാരത്തിലൂടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം, നാം നേരത്തെ പറഞ്ഞു സിയാം നമ്മളെ സഹായിക്കുന്നത് എന്തിനാണ്? അത് തഖ്വയുണ്ടാക്കി തീർക്കുന്നു, തിന്മയിൽ നിന്ന് നമ്മെ തടയുന്നു. അതിൻ്റെ മാർഗങ്ങൾ പറഞ്ഞു തരുന്നു ആര്? പരിശുദ്ധ ഖുർആൻ. അപ്പോൾ രാത്രിയിൽ ഖുർആൻ ഓതിക്കൊണ്ട് നമസ്കരിക്കുമ്പോഴും ഇതേ കാര്യമാണ് ഉണ്ടാകുന്നത്. നോക്കൂ നിങ്ങൾ, ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അബൂ ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രിയിൽ നമസ്കരിക്കണം. കാരണം ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സ്വാലിഹീങ്ങളുടെ ചര്യയാണത്. വഹുവ ഖുർബത്തുൽ ലക്കും ഇലാ റബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ രാത്രി ഒരാൾ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ചെയ്യുന്നത്. തീർന്നില്ല, പാപങ്ങളെ അത് മായ്ച്ചു കളയുന്നു, നമ്മളുടെ തിന്മകൾ അത് മായ്ച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നു. വമൻഹാത്തുൻ അനിൽ ഇസ്മി, പാപങ്ങളിൽ നിന്ന് അത് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. അപ്പോൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പുറത്തു കിട്ടി നാം ശുദ്ധീകരിക്കപ്പെടുന്നു. ഒരടിമ ശുദ്ധീകരിക്കപ്പെടുന്നതോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കുന്നു. മാത്രമല്ല, ഫർദറായി ഇനിയുള്ള ദിവസങ്ങളിൽ തിന്മ ചെയ്യാതിരിക്കാനുള്ള ഒരു ശക്തമായ ബ്ലോക്കായി രാത്രി നമസ്കാരം മാറുന്നു. വമൻഹാത്തുൻ അനിൽ ഇസ്മി, പാപങ്ങളിൽ നിന്ന് അത് നിങ്ങളെ തടയുകയും ചെയ്യുന്നു. നോമ്പ് ചെയ്യുന്നതും അത് തന്നെയാണ്. ഫഇദാ കാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്, നോമ്പുകാരനായിരിക്കെ തോന്നിവാസങ്ങളൊന്നും പറയരുത്, ശണ്ട കൂടരുത്, മോശമായ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിനെ നിയന്ത്രിക്കണം, നാവിനെ നിയന്ത്രിക്കണം, കണ്ണുകളെ, ലൈംഗികാവയവങ്ങളെ എല്ലാം നിയന്ത്രിക്കണം. അതാണല്ലോ സിയാമിലൂടെ ഉദ്ദേശിക്കുന്നത്. രാത്രി നമസ്കാരം നൽകുന്ന ഗുണം അതാണ്. വമൻഹാത്തുൻ അനിൽ ഇസ്മി, അത് പാപങ്ങളിൽ നിന്ന് തടയാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ റമദാനിൽ രാത്രി നമസ്കാരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാനുള്ള കാരണം, പകലിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി നോമ്പ് നോൽക്കാൻ രാത്രിയിലെ തറാവീഹ് നമസ്കാരം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ചടങ്ങുകളായി നമ്മൾ കരുതരുത്, അതിൻ്റെ പിന്നിലൊക്കെ വളരെ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ രാത്രി നമസ്കാരം പാപങ്ങളിൽ നിന്ന് തടയുന്നു. പാപങ്ങളിൽ നിന്ന് തടയപ്പെട്ടാൽ നോമ്പനുഷ്ഠിക്കുവാൻ വളരെ എളുപ്പമാണ്. അൽഹംദുലില്ലാ. മാത്രമല്ല, രാത്രി നമസ്കാരത്തിൽ ഖുർആൻ ഓതുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകപ്പെടാനുള്ള കാരണം എന്താണ്? കാരണം തഖ്വയുള്ളവർക്കുള്ള മാർഗദർശനം ഖുർആനിലുണ്ട്. അങ്ങനെ ഖുർആനിലൂടെ
തഖ്വയെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് അത് പകലിലെ നോമ്പിന് വളരെ വലിയ സഹായമായി തീരുന്നു. അതേപോലെ തന്നെ പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കുമ്പോഴും ഒരടിമ അള്ളാഹുവിലേക്ക് അടുക്കുന്നു. എങ്ങനെയാണത്? സ്വഹീഹായ 2 ഹദീസുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന്, ഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന ഇൻദ ളന്നി അബ്ദി ബി വ അന മഅഹു ഹീന യദ്കുറുനി വല്ലാഹു അഫ്റഹു ബി തൗബതി അബ്ദിഹി മിൻ അഹദികും യജിദു ളാല്ലതഹു ബിൽ ഫലാത്ത് ومن تقرب إلي شبرا تقربت إليه ذراعا ومن تقرب إلي ذراعا تقربت إليه باعا فإذا أقبل إلي يمشي أقبلت إليه أهرول. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് ഇടപഴകുക. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ, മരുഭൂമിയിൽ തൻ്റെ യാത്രാമൃഗത്തെ നഷ്ടപ്പെട്ടവന് തിരിച്ചു കിട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമ തൗബ ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നു. പിന്നീട് പറയുന്നു, ഒരടിമ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ, വമൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅ, ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും എന്നാണ്. ഇനി ഒരു മുഴം അവൻ എന്നിലേക്ക് അടുത്താലോ, വമൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ ഫഇദാ അഖ്ബല ഇലയ്യ യംശി അഖ്ബൽതു ഇലൈഹി ഉഹർവിലു. അവൻ എന്നിലേക്ക് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കും, അവൻ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴമെടുക്കും. ഇങ്ങനെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരികയാണ്. എന്ന് പറഞ്ഞാൽ ഒരടിമ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മിലേക്ക് ഓടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അടിമകൾ അള്ളാഹുവിലേക്കും അള്ളാഹു അടിമയിലേക്കും ചെല്ലുമ്പോൾ അവിടെ അങ്ങേയറ്റത്തെ സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള അതുല്യമായ ഒരു ബന്ധം സ്ഥാപിക്കപ്പെടുന്നു. മാത്രമല്ല, റമളാനിൽ നാം ധാരാളം സുന്നത്തായ കർമ്മങ്ങളും ആരാധനകളും മറ്റു സൽക്കർമ്മങ്ങളുമെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, അതും ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതു അലൈഹി വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ അവൻ ചെയ്യുമ്പോഴാണ്. 5 വക്ത് നമസ്കരിക്കുമ്പോൾ, നോമ്പ് നോൽക്കുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ, ഈ സന്ദർഭങ്ങളിലൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഒരടിമ അടുക്കുകയാണ്. പിന്നെയോ വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ ധാരാളം കാര്യങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ എൻ്റെ അടിമ എന്നിലേക്ക് വീണ്ടും വീണ്ടും അടുത്തു വരുന്നു. അവസാനം അള്ളാഹുവിൻ്റെ ഒരു സ്നേഹം ആ അടിമക്കുണ്ടാകുന്നു. ഹത്ത ഉഹിബ്ബഹു, ഞാൻ അവനെ സ്നേഹിക്കും. ആ സ്നേഹമുണ്ടായാലോ, ഫൈദാ അഹ്ബബ്തു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബി വബസറഹു അല്ലദീ യുബ്സിറു ബി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലുഹു അല്ലതീ യംശി ബിഹാ. അങ്ങനെ ഒരടിമ എന്നിലേക്ക് അടുത്താൽ അവൻ കേൾക്കുന്ന കാത് ഞാനായി മാറും, കാണുന്ന കണ്ണായി ഞാൻ മാറും, പിടിക്കുന്ന കൈ ഞാനായി മാറും, നടക്കുന്ന കാൽ ഞാനായി മാറും. എന്താണ് അതിൻ്റെ വിവക്ഷ? ഉലമാക്കൾ വിശദീകരിച്ചു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ കാണൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ കേൾക്കൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ കൈകൊണ്ട് തൊടുകയുള്ളൂ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് അയാൾ പോവുകയുള്ളൂ. അത് തന്നെയാണ് റമളാനിൻ്റെയും ലക്ഷ്യം, അത് തന്നെയാണ് സിയാമിൻ്റെ ലക്ഷ്യം. അള്ളാഹു കാണാൻ പാടില്ല എന്ന് പറഞ്ഞത് കാണാതിരിക്കുക, കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കേൾക്കാതിരിക്കുക, സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് സ്വീകരിക്കാതിരിക്കുക, പോവാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോവാതിരിക്കുക. ആ അവസ്ഥയിലേക്ക് എത്തിയാൽ പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടും. അതുകൊണ്ടാണ് റമളാനിൽ എല്ലാ രാത്രിയും പകലും പ്രാർത്ഥനക്കുത്തരം നൽകപ്പെടും. അതേപോലെ തന്നെ നോമ്പുകാരൻ്റെ പ്രാർത്ഥനക്കും ഉത്തരം നൽകപ്പെടും. എന്തുകൊണ്ടാണ്? അവൻ അള്ളാഹുവിലേക്ക് അടുത്തിരിക്കുന്നു. അതാണ് പിന്നെ പറയുന്നത്, വഇൻ സഅലനീ ലഉഅതിയന്ന, എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ കൊടുക്കും, വലഇൻ ഇസ്തആദനീ ലഉഈദന്ന, എന്നോട് എന്തിൽ നിന്ന് രക്ഷ തേടിയാലും ആ വിഷയത്തിൽ ഞാൻ അവന് രക്ഷ നൽകുകയും ചെയ്യും. അപ്പോൾ നോമ്പുകാരൻ്റെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് വെറുതെയല്ല, റമളാനിലെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് വെറുതെയല്ല. കാരണം അള്ളാഹുവിലേക്ക് സാമീപ്യമുണ്ടാകുമ്പോൾ, ഇബാദത്തുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ, അള്ളാഹു അടിമയിലേക്ക് ചേർന്ന് നിൽക്കുന്നു അവൻ്റെ കാരുണ്യം കൊണ്ട്, അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ ഫളല് കൊണ്ട്. അപ്പോൾ അവൻ കണക്ക് നോക്കാതെ നോമ്പുകാരന് പ്രതിഫലം കൊടുക്കുന്നു. സ്വർഗത്തിൽ പ്രത്യേകമായ ഒരു വാതിൽ തന്നെ തയ്യാറാക്കുന്നു. അളവറ്റ പ്രതിഫലം കൊണ്ട് അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിപ്പിക്കുന്നു. എല്ലാ ആഹ്ലാദവും നോമ്പുകാർക്കുണ്ട് എന്ന് പറയുന്നു. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഈ പറഞ്ഞതാണ്. നാം തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം. കാരണം അള്ളാഹുവിലേക്ക് അപ്പോഴാണ് സാമീപ്യമുണ്ടാകുന്നത്. കാരണം നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഒരടിമ എന്നിലേക്ക് അടുക്കുന്നു. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അർത്ഥം എന്താണ്? ദുഷ്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അകലുന്നു.
അപ്പോൾ നോമ്പിലൂടെ സൽക്കർമ്മത്തിലൂടെ അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാവുകയാണ് ചെയ്യുന്നത്. രാത്രി നമസ്കാരത്തിലും സംഭവിക്കുന്നത് എന്ത് തന്നെ? അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാവുകയാണ് ചെയ്യുന്നത്. അള്ളാഹു ഒരു അടിമയിലേക്ക് ഇറങ്ങി വരുന്നു, അപ്പോൾ അടിമയും രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. ഈ അടുപ്പമാണ് നോമ്പിലൂടെയും ഉണ്ടാകുന്നത്, രാത്രി നമസ്കാരത്തിലൂടെയും ഉണ്ടാകുന്നത്. ഇത് രണ്ടിനും കാരണമായി തീരുന്നത്, പ്രേരകമായി തീരുന്നത് എന്താണ്? പരിശുദ്ധ ഖുർആനുമാണ്. അൽഹംദുലില്ലാ. അതാണ് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ജനങ്ങൾക്കുള്ള മാർഗദർശനമായി കൊണ്ട്. അതുകൊണ്ട് നോമ്പ് നോൽക്കട്ടെ. കാരണം നോമ്പ് തഖ്വക്കുള്ളതാണ്. ഖുർആനോ തഖ്വ എന്താണ് എന്ന് പഠിപ്പിക്കുന്നതാണ്. ഈ വിഷയം വളരെ വ്യക്തമായ സ്വഹീഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബ്ദുല്ലാഹ് ബിൻ ബുറൈദ റളിയല്ലാഹു തആല അൻ തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജീഉൽ ഖുർആനു യൗമൽ ഖിയാമത്തി കർറജുലി ഷാഹിബി. ഖുർആൻ ഖിയാമത്ത് നാളിൽ വരും കർറജുലി ഷാഹിബി, വിവശനായ ഒരു യുവാവിൻ്റെ രൂപത്തിൽ. ഫയഖൂലു ലി സ്വാഹിബിഹി, എന്നിട്ട് തൻ്റെ സ്വാഹിബിനോട്, ഖുർആനിൻ്റെ ആളോട് പറയും, എന്താണ്? അനല്ലദീ അസ്ഹർതു ലൈലക്, ഞാനാണ് നിന്നെ രാത്രിയിൽ നിൻ്റെ ഉറക്കം കളഞ്ഞത്. കാരണം ഖുർആൻ ഓതിക്കൊണ്ടാണ് നീ നമസ്കരിച്ചത്. സുദീർഘമായി നീ ഖുർആൻ ഓതി നമസ്കരിച്ചപ്പോൾ നിനക്ക് ധാരാളം സമയം ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണക്കാരൻ ഞാനാണ്. അനല്ലദീ അസ്ഹർതു ലൈലക്, നിൻ്റെ രാത്രിയിൽ നിൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാണ്. തീർന്നില്ല, വ അദ്മഅതു ഹവാജിറക്, പകലിൽ നിന്നെ ദാഹമുള്ളവനാക്കിയതും ഞാനാണ്. അതുകൊണ്ടുള്ള ഉദ്ദേശം നോമ്പാണ് എന്ന് ഉലമാക്കൾ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പകലിൽ നിന്നെ നോമ്പ് നോൽപ്പിച്ചതും ഞാനാണ്, രാത്രിയിൽ നിന്നെ നമസ്കരിപ്പിച്ചതും ഞാൻ തന്നെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമെന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആനും നോമ്പും രാത്രി നമസ്കാരവും തമ്മിലുള്ള ബന്ധം. പരിശുദ്ധ ഖുർആൻ റമദാനിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് നോമ്പിന് കാരണമായി തീർന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഖിയാമുൽ ലൈലിന് മറ്റേതൊരു ദിവസങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം റമദാനിൽ ഉണ്ടാവാനുള്ള കാരണവും ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അവിടെയാണ് നാം പരിശുദ്ധ ഖുർആനും രാത്രി നമസ്കാരവും നോമ്പും എങ്ങനെ അതുല്യമായ രൂപത്തിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സംസാരം അവസാനിപ്പിക്കാം. നമുക്കറിയാം, തിന്മകൾ മനുഷ്യ ഹൃദയത്തിൽ ഒരു കറയായി മാറുമെന്നാണ്. സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യൻ്റെ തോന്നിവാസ പ്രവർത്തനങ്ങൾ അവൻ്റെ ഹൃദയത്തിൽ കറയുണ്ടാക്കിയിരിക്കുന്നു. അതിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തിന്മ ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടാവുന്നുണ്ട്. തിന്മ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ തൗബയിലൂടെയാണ് അത് കഴുകിക്കളയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, റമദാനിൽ നോമ്പിലൂടെയും രാത്രി നമസ്കാരത്തിലൂടെയും മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അതിനു പുറമെ വിശ്വാസികൾ ധാരാളമായി ഇസ്തിഗ്ഫാറും തൗബയും ചെയ്യുന്ന മാസമാണ് റമദാൻ. അതിലൂടെ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും സാധിക്കുന്നു. അതിലൂടെ സംഭവിക്കുന്നത് ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകുന്നു എന്നാണ്. രാത്രി നമസ്കാരവും നമ്മെ സഹായിക്കുന്നത് ഹൃദയവിശുദ്ധിക്കാണ്. സൂറത്തുൽ മുസ്സമ്മിലിൽ കാണാം, ഇന്ന നാശിയത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖ്വമു ഖീല. രാത്രിയിൽ എഴുന്നേറ്റുകൊണ്ടുള്ള നമസ്കാരം സംസാരത്തെയും നേരെയാക്കുന്നു, ഹൃദയത്തിന് ശക്തമായ മനസ്സാന്നിധ്യം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ശുദ്ധി, ഹൃദയത്തിൻ്റെ മനസ്സാന്നിധ്യം അത് സംഭവിക്കുന്നു. മാത്രമല്ല, നാം നേരത്തെ പഠിച്ച ഹദീസിലുള്ളത് എന്താണ്? മഗ്ഫറത്തുൽ ലിസ്സയ്യിആത്ത്, പാപങ്ങളെ അത് മായ്ച്ചു കളയുന്നു എന്നാണ്. മൻഹാത്തുന അനിൽ ഇസ്മ, തിന്മകളിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട ഒരവസ്ഥയിലെത്തുന്നു രാത്രി നമസ്കരിക്കുന്നതിലൂടെ. പകല് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെയും അവൻ വിട്ടുനിൽക്കാൻ പറഞ്ഞതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നു. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകുന്നു. ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഖുർആനിൻ്റെ ആശയങ്ങളെ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. സൂറത്തുൽ അറാഫിലെ 146 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സഅസ്രിഫു അൻ ആയാതി അല്ലദീന യതകബ്ബറൂന ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. യാതൊരു ന്യായവുമില്ലാതെ കിബറന്മാരായി അഹങ്കാരികളായി നിഷേധിച്ച് നടക്കുന്ന ആളുകൾക്ക് അവരെ നമ്മുടെ ആയാത്തുകളിൽ നിന്ന് നാം തിരിച്ചുവിടുന്നതാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അവർക്കുണ്ടാവുകയില്ല. അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്രവെക്കപ്പെടും. സൂറത്ത് മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല, ഹൃദയങ്ങൾക്ക് ലോക്കിട്ടിരിക്കുകയാണോ? അപ്പോൾ ഹൃദയങ്ങൾ പൂട്ടിയിടപ്പെട്ടൊരവസ്ഥയുണ്ട്. അതെപ്പോഴാണ്? ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുമ്പോഴാണ്. അപ്പോൾ ഹൃദയത്തിനൊരു തുറവി ലഭിക്കുന്നു, ഒരു വിശാലത ലഭിക്കുന്നു. അതുകൊണ്ടാണ് നോമ്പിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സിയാമു ഷഹരി സ്വബർ, ക്ഷമയുടെ മാസത്തിലെ നോമ്പ് അഥവാ റമദാനിലെ നോമ്പ്.
വസലാസത്തി അയ്യാമിൻ ഫീ കുല്ലി ഷഹ്രിൻ, എല്ലാ മാസത്തിലും 3 ദിവസമുള്ള നോമ്പും യുദ്ഹിബിന വഹറ സദർ, ഹൃദയത്തിൻ്റെ ഞെരുക്കത്തെ ഇല്ലാതെയാക്കുന്നു എന്നാണ്. ഹൃദയത്തിന് വിശാലത ഉണ്ടാക്കുന്നു നോമ്പ്. നോമ്പിലൂടെ ഹൃദയത്തിന് വിശാലത ലഭിക്കുന്നു. ഹൃദയത്തിന് വിശാലത ലഭിക്കുമ്പോൾ ഗ്രാഹ്യത വർദ്ധിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് റമളാനിൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞത്. കാരണം ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതിൽ ഹിദായത്തുണ്ട്, ഫുർഖാനുണ്ട്, സത്യാസത്യ വിവേചനമുണ്ട്. അത് എളുപ്പത്തിൽ ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കണമെങ്കിൽ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണം. നോമ്പിലൂടെ അള്ളാഹു ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു, പാപങ്ങളെ കഴുകിക്കളയുന്നു. അപ്പോൾ ഹൃദയത്തിൻ്റെ ഗ്രാഹ്യത വർദ്ധിക്കുന്നു. അപ്പോൾ നോമ്പ് ഖുർആനിനെ മനസ്സിലാക്കി തരാൻ നമ്മെ സഹായിക്കുന്നു. രാത്രി നമസ്കാരവും നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുന്നു, തിന്മയിൽ നിന്ന് തടയുന്നു. അപ്പോൾ രാത്രി നമസ്കരിക്കുമ്പോൾ ഖുർആൻ ഓതുമ്പോൾ ഗ്രാഹ്യത വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ പകലിലെ നോമ്പ് ഗ്രാഹ്യത വർദ്ധിപ്പിക്കുന്നു. ഖുർആനിൻ്റെ ആശയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതിലൂടെ സഹായിക്കുന്നു. ആ നിലക്കും ഖുർആനും നോമ്പും രാത്രി നമസ്കാരവും ബന്ധപ്പെട്ട് നിൽക്കുന്നു. വേറെയും ഒരുപാട് തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൽക്കാലം നാം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ റമളാൻ വന്നിരിക്കുന്നു. രാത്രി നമസ്കാരം ഇതാ ആരംഭിക്കുകയായി, നോമ്പനുഷ്ഠിക്കൽ ആരംഭിക്കുകയായി, ഖുർആനിൻ്റെ പാരായണം ആരംഭിക്കുകയായി. എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? ഒന്ന് മറ്റൊന്നിനോട് പരിപൂർണമായും ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതിലൂടെ ഉണ്ടാവേണ്ടത് തഖ്വയുള്ള ഒരു വ്യക്തിയാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ദുനിയാവിനേക്കാൾ താല്പര്യം പരലോകത്തോട് ഉള്ള ഒരു വ്യക്തിത്വമാണ്. ദുനിയാവിൻ്റെ സുഖങ്ങളെക്കാൾ മരണാനന്തര ജീവിതത്തിലെ വിജയമാണ് എനിക്ക് വലുത് എന്നുള്ള പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. അത് തന്നെയാണ് റമളാനിലും നോമ്പിലും രാത്രി നമസ്കാരത്തിലും ഖുർആനിലും ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് ഉൾക്കാഴ്ചയോടുകൂടി റമളാനിനെ സജീവമാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.